ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലോട്ട് കയറി പോകുമോ എന്ന് പല ന്യൂസ് ചാനൽസിനകത്തും പല സ്ട്രാറ്റജിസ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ കിട്ടിയ ഒരു ന്യൂസ് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോവോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ മിക്കവാറും ഈ കണക്കിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറാൻ്റെ മുകളിൽ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് തന്നെ നടത്തിയിരിക്കും എന്നുള്ള സകല സൂചനയും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയണ്ടേ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ഇപ്പോൾ തന്നെ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ അടുത്ത ആശങ്കയും കൂടെ കൊണ്ടുവരുന്നതായിട്ടുള്ള ആ വാർത്തയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ അടുത്ത ആഴ്ചത്തേക്ക് നമ്മുടെ ഈ മാർക്കറ്റ് എങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആകുമെന്നുള്ള കാര്യത്തിനകത്ത് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അന്നേരം ചില ന്യൂസുകളുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മെയിൻ പ്രശ്നത്തിലോട്ട് കടന്നു പോകാം. ആദ്യത്തേത് ഒരു നല്ല ന്യൂസ് തന്നെയാണ്. നമ്മുടെ ഹോർമൂസ് സ്ട്രെയിറ്റിനകത്ത് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യൻ കപ്പലുകൾ അവിടുന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആക്രമിക്കത്തില്ല. അവർ 3 സെക്ഷനിലുള്ള കപ്പലുകളെ ഉള്ളൂ ആക്രമിക്കുന്നു. ഒരെണ്ണം US കപ്പൽ, ഇസ്രായേൽ കപ്പലും വേറെ ഒരെണ്ണം യൂറോപ്യൻ കപ്പലുകൾ. അല്ലാതെ ഇന്ത്യൻ കപ്പലുകളോ വേറെ ഏത് നാടിൻ്റെ കപ്പലായാലും പ്രശ്നമില്ല എന്നുള്ള ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പാലിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം ഇന്ത്യക്ക് ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് ഇന്ത്യ പയ്യെ റഷ്യയുമായിട്ട് ഡീൽ ചെയ്തായിരുന്നല്ലോ. അന്നേരം US പറഞ്ഞു, ശരി, നിങ്ങൾക്കൊരു 30 ദിവസത്തേക്ക് ഇളവ് തന്നിരിക്കുന്നു, നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചോ, അതിനകത്ത് നിങ്ങൾക്ക് ടാരിഫ് ഏർപ്പെടുത്തത്തില്ല. പിന്നെ അടുത്ത ഒരു ന്യൂസ്, അത് ഇച്ചിരി കൺസേണിങ് ന്യൂസാണ്. അത് ഓരോരുത്തരുടെ വീക്ഷണം പോലെ ഇരിക്കും. ട്രംപ് ഈ യുദ്ധത്തിനകത്ത് യുദ്ധം നമ്മൾ പറയത്തില്ല, അവർ വാർ എന്ന് പറയത്തില്ല, അത് ഇതിന് ഓപ്പറേഷൻ എന്ന് പറയും, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ആ വാർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണമെങ്കിൽ അത് കോൺഗ്രസ് അപ്രൂവ് ചെയ്യണം. അവിടുത്തെ കോൺഗ്രസ്സിനകത്ത് വോട്ടിട്ടിട്ട് എന്നിട്ട് ആ വോട്ടിനകത്ത് ഒരു ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വാറാണ്, ഇത് പിന്നെ നയിച്ചുകൊണ്ട് പോകാനായിട്ട് ഫുൾ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ബാക്കിംഗ് ഉണ്ട് എത്ര നാളത്തേക്കാണെങ്കിലും. പക്ഷേ ഇങ്ങനെ ഓപ്പറേഷൻസ് നടത്താനായിട്ട് പ്രസിഡൻറ്റിന് സ്പെഷ്യൽ റൈറ്റ്സ് ഉണ്ട്. അന്നേരം ആ സ്പെഷ്യൽ റൈറ്റ് പ്രകാരം പ്രസിഡൻറ്റിന് 60 ദിവസത്തെ ഓപ്പറേഷൻസ് നടത്താനായിട്ട് ആരുടെ കയ്യിൽ അപ്രൂവൽ വേണ്ടായിരുന്നു. അത് അങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ ആ 60 ദിവസം ഒരു 30 ദിവസത്തേക്ക് കൂടെ അങ്ങ് നീട്ടിക്കൊടുക്കാം. പക്ഷേ ഇത് തുടങ്ങുന്നതിന് ഒരു 48 മണിക്കൂറിനുള്ളിൽ ഇത് കോൺഗ്രസ്സിന് ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കണം, ഇങ്ങനെ ഞാനിത് തുടങ്ങിയിട്ടുണ്ട്. ട്രംപ് അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ചില ഡെമോക്രാറ്റ് പാർട്ടീസ് ഉണ്ടല്ലോ, നമ്മുടെ അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടിയുടെ അംഗങ്ങൾ, അവർ പറയുന്നത് ട്രംപിനെ തടയിടണം, ട്രംപ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് റെസൊല്യൂഷൻ കൊണ്ടുവന്നു അവരുടെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിനകത്ത്, കോൺഗ്രസ്സിനകത്ത് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. അവിടെ എന്ത് പറ്റിയെന്നറിയാവോ? അവിടെ ട്രംപിൻ്റെ പാർട്ടി ജയിച്ചു. അന്നേരം ആ ട്രംപിൻ്റെ പാർട്ടി ജയിച്ചെന്ന് മാത്രമല്ല, ഡെമോക്രാറ്റിൽ നിന്ന് ഒരംഗം ഇങ്ങോട്ടും കൂടെ വന്നു. അവൻ പറഞ്ഞ് തുടങ്ങട്ടെ, ഇങ്ങനെ തന്നെ പോകണം, നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് 219 to 212 ആയിട്ടുള്ള ആ വോട്ടിങ്ങിനകത്ത് യുദ്ധം തുടരുവാനായിട്ട് അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ തുടരുവാനായിട്ടുള്ള അപ്രൂവൽ വരെ കൊടുത്തിട്ടുണ്ട്. അന്നേരം ട്രംപ് നേരത്തെ 4 ആഴ്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം സ്ട്രെയിറ്റ് അവേ ഇപ്പം 3 മാസത്തിൽ കൂടുതൽ ട്രംപിനെ ഓൾറെഡി പുൾ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വോട്ടിംഗ് നടന്നാൽ പോലും ട്രംപിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിനകത്ത് ഇരിക്കുന്നത്. അന്നേരം ഇത് പയ്യെ അങ്ങ് നീട്ടിക്കൊണ്ട് പോകാനുള്ള നല്ല ഒരു ചാൻസും കൂടെ ഉണ്ടെന്ന് ഓർത്തോണം. അന്നേരം അത് കാരണം എന്ത് നടക്കാൻ പോകുന്നതെന്ന് അറിയാവോ? അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ്സിനകത്ത് ഈ ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്സ് കുറേയേറെ ഉണ്ട് കേട്ടോ. അതിനെ നമുക്ക് നേരത്തെ അറിയാമല്ലോ, പാലന്റിയർ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ലോക്ഹിഡ് മാർട്ടിൻ ഉണ്ട്, റേത്തൺ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ചില കമ്പനീസ് ഉണ്ട്. അന്നേരം ആ കമ്പനികളുടെ സ്റ്റോക്കിനുള്ള നല്ലൊരു പുഷ് കിട്ടുമെന്നാണ് അനുമാനം. അത് നടക്കുന്നിടത്ത് നമുക്ക് വെച്ച് കാണാം. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റോക്ക് അങ്ങനെ എസ്പെഷ്യലി ഡിഫൻസ് സ്റ്റോക്സ്, ഫോറിനിലെ സ്റ്റോക്സ് ഒക്കെ വാങ്ങണമെങ്കിൽ അത് നല്ലൊരു സന്ദർഭമാണ്. ഇങ്ങനത്തെയുള്ള സ്റ്റോക്സ് എല്ലാം നല്ലൊരു മൂവ് നടത്തും. പിന്നെ വേറെ ഒരു ന്യൂസും കൂടെ ഉണ്ട്. നമ്മുടെ ചില ന്യൂസ് ചാനൽസിൽ നിന്നാണ് ഞാൻ കേട്ടിട്ടുള്ള, അമേരിക്കയുടെ ഏതാണ്ട് $29 ബില്യൺ ഇതുവരെ ഇതിനകത്ത് ചിലവഴിച്ചെന്നൊക്കെയുള്ള കാര്യം. ഇതിനകത്ത് ഈ
ഒരാഴ്ചത്തെ ഇത് യുദ്ധത്തിനകത്ത്. പക്ഷേ അതൊക്കെ വലിയ കാര്യമായിട്ടൊന്നും അമേരിക്ക കണക്കാക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ഇന്ത്യ അത്ര ചിലവാക്കിയെങ്കിലേ പ്രശ്നം വരത്തുള്ളൂ. അതെന്താണെന്നറിയാമോ? നമ്മുടെ വാർ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രാൻസിൽ നിന്ന് റഫാൽ വാങ്ങുന്നു, റഷ്യയിൽ നിന്ന് S-400 വാങ്ങുന്നു, പിന്നെ അമേരിക്കയിൽ നിന്ന് ചില ഡ്രോൺ വാങ്ങുന്നു. ഇങ്ങനെയൊക്കെ വെളിയിൽ നാട്ടിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ അത് നമുക്ക് കാശ് ട്രെയിൻ ചെയ്ത് നമുക്ക് ചിലവാകാം. പക്ഷേ അമേരിക്കയ്ക്ക് അങ്ങനെ പ്രശ്നമില്ല. അമേരിക്കയിൽ എന്തെങ്കിലും അമേരിക്ക എസ്പെഷ്യലി ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യുന്ന പരിപാടികൾ വല്ലതും ഉണ്ടോ? എല്ലാം അമേരിക്ക തന്നെ ഉണ്ടാക്കുന്ന യുദ്ധപ്പടക്കോപ്പുകളാണ്. അന്നേരം അമേരിക്കൻ ഗവൺമെൻറ് ചിലവഴിക്കുമ്പോൾ ആർക്കാണ് കിട്ടുന്നത്? അമേരിക്കൻ കമ്പനീസിന് കിട്ടുന്നു. അവർ വീണ്ടും ഉണ്ടാക്കുന്നു, വീണ്ടും റിസർച്ച് നടത്തുന്നു, വീണ്ടും മേത്തരമായ അവരുടെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വാർ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അന്നേരം അവർക്ക് ഉള്ള നഷ്ടം അങ്ങനെയല്ല. അവർക്കുള്ള നഷ്ടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല നഷ്ടമാണ്. പക്ഷേ ഇന്ത്യക്കൊരു വാർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന നഷ്ടങ്ങൾ അതൊരു മോശം നഷ്ടമാണെന്നുള്ള കാര്യം പലരും അറിയുന്നില്ല. ഇപ്പോൾ ഞാൻ അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അടുത്ത പോയിന്റ്, നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ 1-2 ആഴ്ചയായിട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പ്രത്യേക തരം പാറ്റേൺ ഞാൻ കാണുന്നുണ്ട്. ഇന്നലെ ഉള്ളൂ ആ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ആയത്. പക്ഷേ ഇന്ന് പിന്നെ അതുപോലൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. എന്താ വേണമെന്നറിയാവോ? നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഓരോ ദിവസം തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് നല്ലൊരു ഇടിയുന്നുണ്ട്. ഇടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ അത് പൊങ്ങി ഇച്ചിരി പോകും. ടോട്ടലി അത് യൂഷ്വലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൈനസിൽ തന്നെ കിടക്കും. പക്ഷെ ആ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇടിവ് കഴിഞ്ഞിട്ട് അത് പൊങ്ങി വരിക. അതെന്താണെന്ന് ഞാനൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഡെയിലി നമ്മുടെ FIIs ആ ദിവസം തുടങ്ങുമ്പോൾ തന്നെ കുറേ എണ്ണം ഡംപ് ചെയ്ത് പോകുന്നുണ്ട്. കുറേ അവരുടെ സ്റ്റോക്സ് അവർ വിൽക്കുന്നുണ്ട്. അന്നേരം വിൽക്കുന്നതിനെ ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് DIIs വന്നിട്ട് അത് വാങ്ങും. അത് വാങ്ങുമ്പോഴാണ് ഇത് മുകളിലോട്ട് പോകുന്നത്. അന്നേരം ആ ഇനത്തിൽ നമ്മുടെ കുറേ അണ്ണന്മാർ ട്രേഡും കൂടെ ചെയ്യുന്നുണ്ട് ഈ വകുപ്പിൽ. അത് നിങ്ങൾ ട്രേഡ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, ഞാനൊരു പാറ്റേൺ കണ്ടെന്നുള്ള കാര്യം അതൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. നമ്മുടെ ലോകത്തിൽ ഒരു സമയത്തെ ഉള്ളായിരുന്നു ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്ത ഒരു സംഭവം നടന്നിട്ടുള്ളത്. അത് വേൾഡ് വാർ 2 അവസാനത്തിൽ അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമ, നാഗസാക്കി അങ്ങനെ 2 പട്ടണങ്ങളിൽ കൊണ്ടിട്ട് ന്യൂക്ലിയർ ബോംബ് ഇട്ടു. അങ്ങനെ ആ നാടിൽ ആ 2 പട്ടണം വരെ നശിച്ചു പോയി. അതിന് അമേരിക്ക പ്രകോപിപ്പിക്കാനായിട്ട് ജപ്പാൻ എന്താണ് ചെയ്തത്? പേൾ ഹാർബറിൽ കൊണ്ട് അവരൊരു ബോംബ് ഇട്ടു. അത്രയേ ഉള്ളൂ കേസ്. അങ്ങനെ അമേരിക്ക ആ വാറിനകത്തോട്ട് എൻട്രി ഇട്ടപ്പോൾ തന്നെ നല്ല ചുട്ട ഒരു പരിപാടി കൊടുത്തു. അതോടുകൂടെ വേൾഡ് വാർ 2 അങ്ങ് അവസാനിച്ചു. ഇപ്പോൾ അമേരിക്ക എന്താണ് ചെയ്തിരിക്കുന്നത്? അമേരിക്കയുടെ ഒരു പഴയ ഒരു ഡൂംസ്ഡേ മിസൈലുണ്ട്. ഡൂംസ്ഡേ മിസൈൽ അതൊരു 1960-ലാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അന്നേരം ആ മിസൈല് അമേരിക്ക വീണ്ടും ടെസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് ഒരു 400 മിസൈലുണ്ട്. അമേരിക്കയുടെ ലേറ്റസ്റ്റ് മിസൈൽ അല്ലെങ്കിൽ പോലും ഇതിൻ്റെ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് അമേരിക്കയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഇറാനിൽ പോയി പതിക്കും. ഇറാനിൽ പോയി പതിച്ചു കഴിഞ്ഞാൽ അത് പതിക്കുന്ന ഇടത്ത് ഇത് ഹിരോഷിമ നാഗസാക്കിയിൽ കൊണ്ടിട്ടതിനെക്കാട്ടിലും 25 ടൈംസ് കൂടുതൽ എഫക്റ്റുള്ള ബോംബാണ്. ഈ ബോംബിൻ്റെ പേര് മിനിറ്റ്മാൻ 3 എന്ന് പറഞ്ഞ ബോംബാണ്. അന്നേരം ഇത് കാലിഫോർണിയയിൽ ബ്രാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്ന് അവർ ഇന്നലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എവിടെയാണ്? 6700 കിലോമീറ്റർ ദൂരെ പസഫിക് ഓഷ്യനിൽ പതിക്കത്തക്കവണ്ണമാണ് അവർ കൊണ്ട് എക്സാക്ട് സ്ഥലത്ത്. അത് ക്വാജലൻ അൾട്ടോൾ എന്ന് പറഞ്ഞ മാർഷൽ ഐലൻഡ്സിന് അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇതുകൊണ്ട് പതിച്ചത്. എന്നിട്ട് അവർ ഡിസൈർ ചെയ്ത എഫക്റ്റൊക്കെ അവർക്ക് കിട്ടി. അന്നേരം ഇതെങ്ങനെയാണ് പോകുന്നത്? ഇത് നമ്മുടെ സ്പേസിനകത്ത് നമ്മൾ വിട്ടു പോകുന്ന പോലെ തന്നെയാണ്. ഇവിടുന്ന് താഴേന്നൊരു പോക്ക് അങ്ങ് പോകും. എന്നിട്ട് ഇതിനെ ഈ താഴേന്ന് പോകുന്ന പോക്കിന് പറയുന്നത് ബൂസ്റ്റ് ഫേസ് എന്ന് പറയും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് ഒരു ലെവലിൽ പോയിട്ട് മിഡ് കോഴ്സ് ഫേസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് റീ എൻട്രി ഫേസ് എന്ന് പറയും. റീ എൻട്രിയുടെ സമയത്ത് അത് ഹൈപ്പർസോണിക് സ്പീഡിലാണ് വരുന്നത്. ഇവിടുന്ന് പോകുന്ന സാധനം അതിൻ്റെ വാർഹെഡേ ഉള്ളൂ അവസാനം പോയി എത്തുന്നത്. ഈ മറ്റേ ബൂസ്റ്റർ ഫേസിനകത്തൊക്കെ പോകുന്ന അത് കറക്റ്റ് സ്ഥലത്ത് അതങ്ങ് ഡിറ്റാച്ചായി പോകും. എന്നിട്ട് ഇത് അവിടെ ചെന്നിട്ട് അങ്ങ് പതിക്കും. അങ്ങനത്തെ സാധനമാണ് ഈ പറഞ്ഞ സാധനം. അന്നേരം അമേരിക്കയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ ഇറാനിൽ പോയി പതിക്കത്തക്കവണ്ണമുള്ള സാധനമാണ് ഇന്നലെ അവർ ടെസ്റ്റ് ചെയ്തത്. അന്നേരം ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ റേഞ്ച് വരും. അതായത് ഫസ്റ്റ് ഡിപ്ലോയിഡ് ഇൻ 1970. 13,000 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ മാക്സിമം റേഞ്ച്. അന്നേരം അമേരിക്കയിൽ നിന്ന്
വിട്ട് കഴിഞ്ഞാൽ ഇറാനിൽ എത്താനുള്ള സകല റേഞ്ചും ഉണ്ട്. അതിൻ്റെ സ്പീഡ് 24,000 km/h മാക് 20യുടെ റേഞ്ചിലാണ് പോകുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സ്റ്റേജ് സോളിഡ് ഫ്യൂവൽ റോക്കറ്റാണ്. നമ്മുടെ ബൂസ്റ്റ് ഫേസ്, മിഡ് കോഴ്സ് ഫേസ്, റീ എൻട്രി ഫേസ്. എന്നിട്ട് അത് ന്യൂക്ലിയർ വാർഹെഡാണ്. എന്നിട്ട് ആക്യുറസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200 മീറ്ററിന് അടുത്തുള്ള ആക്യുറസി വരെ കിട്ടിയിരിക്കും. അന്നേരം അമേരിക്ക ഇപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് പലരുടെയും മനസ്സിൽ ഒരു ചോദ്യം വരും. ഇത്രയും നാൾ അമേരിക്ക അതൊക്കെ സുഖമായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരുന്നല്ലോ, ഇപ്പം എന്താണ് ടെസ്റ്റ് ചെയ്യാൻ കാരണം? തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ചിലപ്പോൾ ഒരു പോസ്ചറിങ് മാത്രമേ ഉള്ളെന്ന് അമേരിക്ക പറയുന്ന പോലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഈ ഇറാന് കറക്റ്റ് മർമ്മസ്ഥാനത്ത് കൊണ്ട് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ നശിപ്പിക്കാനായിട്ട് ഈ പരിപാടി അവർ യൂസ് ചെയ്തെന്നിരിക്കും. ഈ പറഞ്ഞ മിസൈല് അത് വെളിയിൽ നമുക്ക് കാണാൻ കിട്ടത്തില്ല. ഇത് ഭൂമിയുടെ ഉള്ളിലാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അന്നേരം ഇത് അടിച്ചു വിടുമ്പോൾ തന്നെ ഭൂമിയുടെ ഉള്ളിൽ നിന്നാണ് ഇത് മുകളിലോട്ട് ബൂസ്റ്റർ ഫേസിനകത്ത് പോകുന്നത്. ഈ മിസൈലിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ വാർഹെഡ് കേപ്പബിലിറ്റിയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, അവസാനം ഈ ബൂസ്റ്ററൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചില ഫേസസ് അതിൻ്റെ ബൂസ്റ്റ് ചെയ്യുന്ന ആ സെക്ഷൻസൊക്കെ വീണ് കഴിഞ്ഞിട്ട് അവസാനം ആ മെയിൻ വാർഹെഡ് വരത്തുള്ളൂ. ഈ വാർഹെഡ് അങ്ങോട്ട് റീ എൻട്രി ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് അത് 3-4 അവർക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് 4 സിറ്റീസിനെ ഒരുമിച്ച് തകർക്കാനായിട്ട് പറ്റും. ഈ 4 സിറ്റീസിനെ നമ്മുടെ ഹിരോഷിമ നാഗസാക്കിക്കകത്ത് ബോംബിട്ട പോലെ ഒരു 25 ടൈംസ് വലിയ ഓരോ, അതിനകത്ത് ഈ 4-നകത്ത് ഓരോന്ന് അത്ര വലിയ ബോംബുകളാണ്. ഇതാണ് കൊണ്ട് പതിക്കുന്നത്. അന്നേരം അമേരിക്ക ഇത് ഉപയോഗിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷേ അമേരിക്ക ഒരു സ്ലൈറ്റ് പ്രൊവോക്കേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പം യൂസ് ചെയ്തെന്നിരിക്കും. അമേരിക്കയുടെ പാസ്റ്റിനകത്ത് നമുക്കറിയാമല്ലോ, പേൾ ഹാർബറിനകത്ത് അറ്റാക്ക് ചെയ്തു. അത് അമേരിക്കയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല, മാരകമായിരുന്നെന്നൊക്കെയുള്ള കാര്യം നമുക്ക് സമ്മതിക്കാം. പക്ഷേ അതേസമയം ആദ്യത്തെ അറ്റാക്കിനകത്ത് തന്നെ ന്യൂക്ലിയർ വെപ്പൺ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു രാഷ്ട്രമാണ് അമേരിക്ക. അന്നേരം അവരും ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ഇറാൻ എന്തൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം അറിയത്തില്ലല്ലോ. ഇറാൻ ചിലപ്പം ഇങ്ങനെ മിസൈൽ തുരത്തിക്കൊണ്ട് ഇങ്ങനെ ഗൾഫ് നാടുകളിലും ഇസ്രായേലിലും ഒക്കെ അടിച്ചു വിട്ടുകൊണ്ട് പോകുന്നു. ഇപ്പോഴൊക്കെ കുഴപ്പമില്ല. പക്ഷേ ചിലപ്പം ആ ചില ഫേസുകളിനകത്ത് അത് ഫേസസ് ഒന്ന് മാറി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അമേരിക്ക അതും പറഞ്ഞിട്ട് മതി, അതുകൊണ്ട് ഒരു ഇടാനും മതി. സോ വി ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ മൂവ്. നമുക്കെല്ലാവർക്കും ആശിക്കാം ഈ ഒരു യുദ്ധമുണ്ടല്ലോ, ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി, ഇതൊക്കെ അങ്ങ് നിന്നിട്ട് ലോകത്തിൽ സമാധാനം വരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ആശിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കൺ അടിക്കാൻ മറക്കല്ലേ. സോ ടിൽ വി മീറ്റ് അഗൈൻ, പീസ്.